വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിലും KC വേണുഗോപാലിനെ അനുകൂലിച്ച് ബാനറുകൾ. KCക്ക് പിടിപാടുള്ള ഇരിക്കൂറിൽ VDക്ക് വേണ്ടിയിട്ട് ബാനറുകൾ ഉയർന്നാൽ VDക്ക് പിടിപാടുള്ള പറവൂരിലും KCക്ക് വേണ്ടിയിട്ട് ബാനറുകൾ ഉയരും. പറവൂർ ടൗൺ ഹാളിന് മുൻപിലാണ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്. OCക്ക് ശേഷം KC വേണുഗോപാലിന് പറവൂരിന്റെ അഭിവാദ്യങ്ങൾ എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. നിതിൻ സേവ്യറുണ്ട്. നിതിൻ സേവ്യർ, പകരത്തിനു പകരം എന്നുള്ളതാണ്. KCയുടെ തട്ടകമായ ഇരിക്കൂറിൽ പോയി ശ്രീകണ്ഠാപുരത്ത് പ്രകടനം നടത്താനും ഫ്ലെക്സ് വയ്ക്കാനും VD പക്ഷത്തിന് പറ്റുമെങ്കിൽ VDയുടെ തട്ടകത്ത് കയറി ഫ്ലെക്സ് വയ്ക്കാനും അവിടെ പ്രകടനം നടത്താനും വേണമെങ്കിൽ KC പക്ഷത്തിനും അറിയാം എന്ന സൂചനയാണോ ഇതിൽ? നിതിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വലിയ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവുകളിലേക്ക് ഈ അണികൾ തമ്മിലുള്ള യുദ്ധം വ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസവും KPCCയുടെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പ്രകടനങ്ങൾ VD സതീശന് അനുകൂലമായി നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ VD സതീശന്റെ മണ്ഡലത്തിൽ KC അനുകൂല ബാനറുകൾ ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഇരിക്കൂറിൽ ഇത്തരത്തിൽ VD സതീശന് അനുകൂല ബാനറുകൾ ഉയർന്നിരുന്നു. VD സതീശ് ഒരുപക്ഷെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഇരിക്കൂറിലായിരിക്കും മത്സരിക്കുക എന്നുള്ള അഭ്യൂഹങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ VD സതീശന്റെ മണ്ഡലത്തിൽ, അതായത് OCക്ക് ശേഷം KC എന്ന ബാനറാണ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം ഈ ബാനറിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയും ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരനായി KC വേണുഗോപാൽ വരട്ടെ എന്നായിരിക്കും ഈ ബാനർ വെച്ചവരുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ നേതൃത്വത്തിനോടുള്ള എതിർപ്പും, അതായത് VD സതീശന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി VD സതീശനാണ് ഇവിടെ MLA ആയിരിക്കുന്നത്. അപ്പോൾ VD സതീശന്റെ തട്ടകത്തിൽ VD സതീശന് അതിശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് ഉയർത്തുന്നത് നേതൃത്വത്തിന് കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടി തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് ആരാണ് ഈ ബാനർ ഉയർത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ KCക്കൊപ്പം OCക്ക് ശേഷം KC എന്നതിനൊപ്പം തന്നെ KC വേണുഗോപാലിന് പറവൂരിന്റെ അഭിവാദ്യങ്ങളെന്നും ഈ പോസ്റ്ററിലുണ്ട്. ഏതായാലും ഈ അണികൾ തമ്മിലുള്ള യുദ്ധം അത് KPCC അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുമ്പോൾ VD സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ഇട്ടിരുന്നു, ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന്. പക്ഷെ അപ്പോഴും അണികൾ തമ്മിൽ ഇത്തരത്തിൽ കൃത്യമായി തന്നെ തെരുവുകളിൽ ഒരു ഇത്തരത്തിലുള്ള പോസ്റ്റർ വെക്കുന്നതും അല്ലെങ്കിൽ ബാനറുകൾ പതിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നതുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നാളെ നമുക്ക് ഏതായാലും ഈ അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു, പലതരത്തിലുള്ള പഞ്ച് ഡയലോഗുകൾ വരുന്നു, ക്യാച്ച് വേർഡുകൾ വരുന്നു എന്നുള്ളതാണ് എന്തായാലും ഫ്ലെക്സ് ബിസിനസ്സുകാർക്ക് ഇത് ലാഭമുള്ള